ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസിയിൽ വീട്ടിലെ നമ്പർ 1 എക്സ്ചേഞ്ചായ ബൈനാൻസിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ആ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതിലേക്ക് എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി ആഡ് ചെയ്യേണ്ടതെന്നും കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പല ക്രിപ്റ്റോ പ്രൊജക്റ്റുകളും നമുക്കറിയാം. ഇപ്പോൾ അടുത്തിടയ്ക്ക് നോട്ട് കോയിൻ, ഡോഗ്, പല ക്രിപ്റ്റോ പ്രൊജക്റ്റുകളും എയർ ഡ്രോപ്പ് അലോക്കേറ്റ് ചെയ്യുകയും അത് പലതും നമുക്ക് നമ്മൾ എക്സ്ചേഞ്ച് വഴി സെല്ല് ചെയ്ത് INR ആക്കി ക്യാഷാക്കി നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതേപോലെ ഇനി വരാൻ പോണ ബ്ലം, ഹാംസ്റ്റർ, അങ്ങനെ പല ക്രിപ്റ്റോ പ്രൊജക്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഈ ബൈനാൻസിൻ്റെ എക്സ്ചേഞ്ച് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് അധികം ആൾക്കാർക്ക് അറിയില്ല, പുതിയ യൂസേഴ്സിന് അറിയില്ല. അപ്പോൾ പലരും അത് മെസ്സേജ് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹാംസ്റ്റർ ബ്ലം, അങ്ങനെ ഇനി വരാൻ പോണ പുതിയ പ്രൊജക്റ്റുകളിൽ ഈ ക്രിപ്റ്റോ പ്രൊജക്റ്റ് ബൈനാൻസ് ആയി എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ അധികം ടൈം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബൈനാൻസിൽ അക്കൗണ്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബൈനാൻസിൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് എത്തും. ഫേക്ക് സൈറ്റുകൾ പലതുണ്ട്, അപ്പോൾ അതിലൊന്നും കയറി ഇടാതിരിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇനി വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈനാൻസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു ആൽഫബറ്റും ഒരു ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയുള്ള സ്മോൾ ലെറ്ററും നമ്പറും അടങ്ങിയിട്ടുള്ളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്തിട്ട് വരിക. അതിൽ ലെറ്റ്സ് ഗെറ്റ് യു വെരിഫൈ ചെയ്യണം. നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ഓപ്ഷനാണ് വരിക. അതിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ പേഴ്സണൽ ഇൻഫർമേഷൻ, ഗവൺമെൻറ് ഇഷ്യൂ ID, ലൈസൻസ്, ഇത് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്താം. അപ്പോൾ നമ്മൾ അതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൺട്രിയാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി ചോദിക്കും. നാഷണാലിറ്റി നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ കാണാം. ഇന്ത്യ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആധാർ വെരിഫിക്കേഷൻ ചോദിക്കും. ആധാർ വെരിഫിക്കേഷനിൽ നമ്മൾ ആധാറായിട്ട് ലിങ്ക് ചെയ്ത, ചിലപ്പോൾ എല്ലാവരും മൊബൈൽ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ OTP വഴി ചെയ്യാനും ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അതിൻ്റെ അടിയിൽ അല്ലാണ്ട് ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ പല ഓപ്ഷനും കാണും. പക്ഷേ ഏറ്റവും സുഖം വെരിഫൈ ആധാർ വിത്ത് OTP അടിച്ച് വെരിഫൈ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് വെരിഫൈ ആവും. അപ്പോൾ നമ്മളത് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ ചോദിക്കും. നമ്മുടെ ആധാർ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ പേഴ്സണൽ ഇൻഫർമേഷൻ ആയാലും അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൂടി ഓർമ്മപ്പെടുത്താനാണ് അത് അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP വരും. ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് നമ്മളതിനെ റീഡയറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. ആധാർ ലിങ്ക് OTP അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇനി പാൻ കാർഡാണ് അടിക്കാൻ പറ്റുന്നത്. പാൻ കാർഡ് നിങ്ങളവിടെ അടിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ പാൻ കാർഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് അവിടെ അടിയിൽ പാൻ ഹോൾഡർ നെയിം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അത് കറക്റ്റ് അല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ അടിയിൽ ഈ ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. അക്കൗണ്ട് വെരിഫൈഡ് ആവും. അക്കൗണ്ട് വെരിഫൈ ചെയ്യാതെ നിങ്ങൾ ഏത് ക്രിപ്റ്റോ കറൻസി ഈ എക്സ്ചേഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കിയാലും അത് ഫെയിലായി പോകുള്ളൂ. ഹാംസ്റ്റർ ആയാലും ഏതായാലും അക്കൗണ്ട് വെരിഫൈ ചെയ്യാതെ നിങ്ങൾ ഈ ബിനാൻസിലേക്കോ അല്ലെങ്കിൽ ബൈബിറ്റിലേക്കോ ഏതിലേക്കോ ആയാലും ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാംസ്റ്റർ കോയിൻ ഫുൾ ഫെയിൽ ഔട്ടായി പോകും. ഒരു കോയിൻ പോലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മളോട് ചെക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ആ ഒരു ഏരോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ടിക്ക് മാർക്ക് വീണിട്ടില്ല.
അപ്പോൾ നമുക്കത് പ്രൊഫൈലിൽ പോയി നോക്കി കഴിഞ്ഞാൽ വെരിഫൈ ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ ഇവിടെ വെരിഫൈഡ് ആണ് കിടക്കുന്നത്, ഗ്രീൻ ടിക്ക് കാണാം. അപ്പോൾ ഇതിൽ കുറേ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്, ക്രിപ്റ്റോ വിഡ്രോവൽ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, P2P ട്രാൻസാക്ഷൻ അൺലിമിറ്റഡ് ആണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിയിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അത് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആണ്. അവിടെ ബാക്കിൽ നമ്മൾ ആ ഒരു ലൈനിൽ വെരിഫൈഡ് വൈറ്റ് ടിക്ക് കണ്ടില്ല, അതാണ് നമ്മൾ പ്രൊഫൈലിൽ കയറി നോക്കിയത്. പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ ഇവിടെ ഗ്രീൻ ടിക്ക് വീണ്ടും ഓക്കെയാണ്, വെരിഫൈ ആയിട്ടുണ്ട്. ഈ വെരിഫൈ ചെയ്യാതെ നിങ്ങൾ ഒന്നും ചെയ്തിട്ട് നിങ്ങളിതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിൻ ഇതിൽ വരില്ല. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം, വെരിഫൈ വരുന്നുണ്ടോ. ഓക്കെ, നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തപ്പോൾ വെരിഫിക്കേഷൻ്റെ അവിടെ ടിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ വർഷം മുകളിൽ നോക്കുമ്പോൾ അറിയാം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത് മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി ബൈനാൻസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ അടിയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഡിസ്കവറിൽ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. പോർട്ട്ഫോളിയോ കാണാം. ഇവിടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ബൈ 2 ഓപ്ഷൻസ് ഉണ്ട്. എതേറിയം കുറേ കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെപ്പോസിറ്റിൽ ഹാംസ്റ്റർ കോയിൻ, ഹാംസ്റ്ററാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ HMSTR എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ടോൺ കോയിൻ തന്നെ എടുക്കണം. ബ്ലോക്ക് ചെയിൻ ടോൺ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ബോത്ത് മെമ്മോ ആൻഡ് അഡ്രസ് ആർ റിക്വയർഡ് ടു സക്സസ്ഫുള്ളി ഡെപ്പോസിറ്റ്. മെമ്മോയും അഡ്രസ്സും നമുക്ക് കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണം. രണ്ടും ഉണ്ടായാണ് കറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ആവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് രണ്ടും നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സും മെമ്മോയും ഇവിടുന്ന് കിട്ടും. ജസ്റ്റ് ഡെപ്പോസിറ്റിൽ പോയിട്ട് HMSTR ഹാംസ്റ്റർ ആണോ അതല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് കോയിൻ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ കോയിൻ്റെ പേര് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സും മെമ്മോയും കിട്ടും. പിന്നെ നമ്മൾ ഹാംസ്റ്ററിൽ വരിക. ഹാംസ്റ്ററിൽ വന്നിട്ട് ഇവിടെ ഫിനാൻസ്, OKX, ബൈബിറ്റ് അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഫിനാൻസിലാണ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഫിനാൻസ് ക്ലിക്ക് ചെയ്യുക, യെസ് ഐ ഹാവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ട HMSTR ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ മെമ്മോ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സാണ് നമ്മൾ നേരത്തെ അവിടെ എടുത്തത്, ബൈനാൻസിൽ എടുത്തത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് കോപ്പി ചെയ്യാം. അപ്പോൾ ഈ മുകളിൽ കിടക്കുന്നതാണ് ഡെപ്പോസിറ്റ് അഡ്രസ്സ്. ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് അഡ്രസ്സ് അതിൻ്റെ സൈഡിൽ തന്നെ കോപ്പി ചെയ്യാനുണ്ടാവും. അതൊന്ന് കോപ്പി ചെയ്യുക, ജസ്റ്റ് ഇവിടെ വരിക, ഡെപ്പോസിറ്റ് അഡ്രസ്സിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് മെമ്മോ ആണ് പേസ്റ്റ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ മെമ്മോ അതിൻ്റെ അടിയിൽ തന്നെ HMSTR മെമ്മോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ സൈഡിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കോപ്പി ചെയ്യുക, മെമ്മോയുടെ അവിടെ വരിക, അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ കോയിൻ എക്സ്ചേഞ്ചിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങളത് രണ്ടാമതൊന്ന് ലാസ്റ്റ് അക്കം എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് ഓക്കെ ആണ് എങ്കിൽ നമുക്കത് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അടിയിലൊരു നീല ബോക്സ് കാണാം. സേവ് ആൻഡ് ചൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, സേവ് ആൻഡ് ചൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ആണ് എങ്കിൽ മാത്രം കേട്ടോ, നമ്മൾ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ സേവ് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട 2-3 മാസം കഷ്ടപ്പെട്ട എല്ലാ കോയിനും വെറുതെ പോകും. സേവ് കൊടുത്തു കഴിഞ്ഞാൽ വെൽ ഡൺ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കും. താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് കാണിച്ചു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ടു ഫൈനാൻസ് വാസ് സെൻഡ്. അപ്പോൾ ഫൈനാൻസിക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇനി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഫൈനാൻസിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ നേരെ ഒരു ഗ്രീൻ ടിക്ക് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഗ്രീൻ ടിക്ക് വീണ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ എക്സ്ചേഞ്ചായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയെല്ലാം കുറച്ച് ബ്ലറായിട്ടാണ് വരുന്നത്. OKXും ബൈബിറ്റും എല്ലാം ബ്ലറായിട്ടാണ്. ബൈനാൻസിൻ്റെ അവിടെയാണ് ഗ്രീൻ ടിക്ക് വീണിട്ടുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനാൻസിലേക്ക് നമ്മൾ നമ്മുടെ കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 26-ാം തീയതി എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവണവരെ വെയിറ്റ് ചെയ്യാം. നമുക്കെല്ലാവർക്കും നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കുഴപ്പമില്ലാത്തൊരു എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കാം.
പക്ഷെ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായി ചെയ്തു വയ്ക്കണം. ഇത് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഡ്രോപ്പ് എക്സ്ചേഞ്ചിലേക്ക് വരുള്ളൂ. ബൈനാൻസ് ആണെങ്കിൽ ബൈനാൻസ് ചെയ്യണവർ ബൈനാൻസ് ചെയ്തിടുക. ബൈബിറ്റിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബൈബിറ്റിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ബൈബിറ്റിൻ്റെ പറഞ്ഞുതരാം. ഇത് തന്നെയാണ്, സെയിം സ്റ്റെപ്പ് തന്നെയാണ്, അതിലധികം വ്യത്യാസമൊന്നുമില്ല. ഇതേമാതിരി തന്നെ നമ്മുടെ ഡെപ്പോസിറ്റിൽ പോയിട്ട് അതിൻ്റെ അഡ്രസ്സും മെമ്മോയും കറക്റ്റായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് എടുത്തിട്ട് HMSTR അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. വേണമെങ്കിൽ അതിൻ്റെ ഡെമോ ഒന്ന് കാണിച്ചു തരാം. ബൈബിറ്റ് എടുക്കുക. ബൈബിറ്റ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ കുറച്ച് ഡോഗ്സിൻ്റെ കോയിൻ കഴിഞ്ഞ വട്ടത്തെ നമുക്ക് കിട്ടിയ എയർ ഡ്രോപ്പാണ്. അതിൻ്റെ പകുതിയാണ് നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ളൂ. പകുതി നമ്മൾ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ലൊരു പമ്പ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ ഡംപായി ഏകദേശം സപ്പോർട്ട് ലെവലാണ് നിൽക്കുന്നത്. സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യും. നമുക്ക് ഡോഗ്സിൽ കഴിഞ്ഞ വട്ടം കിട്ടിയ എയർ ഡ്രോപ്പാണിത്. അതിൻ്റെ പകുതി ഇപ്പോഴും ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പകുതിയാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റിൽ വന്നിട്ട് HMSTR നമ്മൾ ബൈബിറ്റിൽ അടിച്ചു കൊടുത്ത മാതിരി തന്നെ, അല്ല ബിനാൻസിൽ അടിച്ചു കൊടുത്ത മാതിരി തന്നെ ബൈബിറ്റിൽ HMSTR അടിക്കുക. അടിയിൽ ടോൺ ക്ലിക്ക് ചെയ്യുക. ടോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ അഡ്രസ്സും മെമ്മോയും കിട്ടും. ഇവിടെ നമ്മൾ വാലറ്റ് അഡ്രസ്സ് എന്നാണ് ഇതിൽ വരിക. അപ്പോൾ ഈ വാലറ്റ് അഡ്രസ്സും മെമ്മോയും നമുക്ക് കിട്ടും. ഇത് സെയിം തന്നെ ബിനാൻസിലും ബൈബിറ്റിലും എല്ലാം സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബൈബിറ്റിൽ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പോൾ ഇതേ സെയിം HMSTR അടിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഹാംസ്റ്ററിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. STS കൊടുത്ത് കഴിഞ്ഞാൽ അതൊക്കെയോ ബൈനാൻസിൽ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇതിവിടെ നമ്മുടെ കുറച്ച് കോയിൻ എടുക്കുന്നുണ്ട്. ഡോഗ് കോയിൻ നമുക്ക് എത്ര ഉണ്ട് നോക്കാം. ഡോഗ് കോയിൻ ഒരു 30,300 സംതിങ് ഡോഗ് കോയിൻ എടുക്കുന്നുണ്ട്. ഇനിയിൽ ബാക്കി പകുതി നമ്മൾ ഓൾറെഡി മുന്നേ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് കൂടെ കിടക്കുന്നുണ്ട്, അതും കൂടി നമുക്ക് സെല്ല് ചെയ്യണം. നല്ലൊരു പമ്പ് കാണുകയാണ് വെച്ചെങ്കിൽ സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. നമ്മൾ ഡോഗ് കോയിൻ എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. എന്തായാലും ഹാംസ്റ്ററിൻ്റെ കോയിൻ എക്സ്ചേഞ്ചിലേക്ക് വരുന്ന വരയ്ക്കുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എക്സ്ചേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അത് സെല്ല് ചെയ്ത് USDT ആക്കി ആ USDTനെ നമുക്ക് എങ്ങനെ INRക്ക് കൺവേർട്ട് ചെയ്ത് ആ ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന വരയ്ക്കുള്ള സ്റ്റെപ്പുകൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി